സോ എന്താണ് ഫാലസീസ് എന്ന് പറഞ്ഞാൽ? കമോൺ, വാട്ട് ഡു യു മീൻ ബൈ ഫാലസീസ്? അറിയോ നിങ്ങൾക്ക്? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് എന്താണ് ഫാലസീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. എറേഴ്സ് ആണല്ലേ? യെസ്, എല്ലാവർക്കും അറിയാം. ഫാലസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റീസണിങ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഫാലസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്. സോ ഫാലസീസ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ആണ്. നമ്മൾ റീസണിങ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഫാലസീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫാലസീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫോർമൽ ഫാലസീസും ഉണ്ട്, ഇൻഫോർമൽ ഫാലസീസും ഉണ്ട്. ഓക്കെ, സോ ഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീസണിങ് ചെയ്യുമ്പോൾ അതിലുള്ള അറേഞ്ച്മെന്റിലുള്ള എററിനെ കൊണ്ട്, അതിന്റെ ആ ഫോമിലുള്ള എററിനെ കൊണ്ട് വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫോമലും സ്ട്രക്ചറിലും അല്ലാതെ അതിന്റെ കോണ്ടന്റില്, അതിന്റെ കോണ്ടെക്സ്റ്റില്, അതിന്റെ മീനിങ്ങിലൊക്കെ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോമൽ ഫാലസീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിൽ, അതിന്റെ ഫോമിൽ വരുന്ന എറേഴ്സ് ആണ്. ഇൻഫോർമൽ ഫാലസീസ് പറഞ്ഞാൽ അതിന്റെ മീനിങ്ങില്, കോണ്ടെക്സ്റ്റില്, കോണ്ടന്റിലൊക്കെ വരുന്ന എറേഴ്സിനെയാണ് ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറയാം. ഓക്കെ, സോ വി ഹാവ് 16 ഫോമൽ ഫാലസീസ്. നമുക്ക് 16 ഫോമൽ ഫാലസീസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഓക്കെ അല്ലേ? ബ്ലാക്ക് ബോക്സ് സ്ക്രീനിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഓക്കെ ആണോടാ? ഒന്ന് പറയോ. ആക്ച്വലി എന്റെ സ്ക്രീനിൽ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയാ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രശ്നം. ഓക്കെ അല്ലേ? കാണാം. ബ്ലാക്ക് ബോക്സ് കാണുന്നുണ്ട് എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഓക്കെ ആണ് എന്നാണോ പറയുന്നത്? നൗ ഓക്കെ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമുക്ക് ഫോമൽ ഫാലസീസിൽ 16 ഫോമൽ ഫാലസീസ് ആണ് പഠിക്കാനുള്ളത്. ഫാലസി ഓഫ് ഇലിസിറ്റ് മേജർ, ഫാലസി ഓഫ് ഇലിസിറ്റ് മൈനർ, ഫാലസി ഓഫ് എക്സ്ക്ലൂസീവ് പ്രിമൈസ്, fallacy of undistributed middle, fallacy of four terms, existential fallacy, fallacy of drawing affirmative conclusion from negative premise, fallacy of drawing negative conclusion from affirmative premise, affirming the consequent, affirming the antecedent, denying the consequent, denying the antecedent, appeal to probability, masked man fallacy, non sequitur fallacy, bad reason fallacy, which is also known as argumentum ad logicum. ഓക്കെ, ഇത്രയും ഫോമൽ ഫാലസീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അയ്യോ, ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം കേട്ടോ, എന്നിട്ട് ബ്ലാക്ക് ബോക്സ് കാണുന്നുണ്ടോ പറയും. കാണുന്നുണ്ടോ ബ്ലാക്ക് ബോക്സ്? ബ്ലാക്ക് ബോക്സ് ഉണ്ടോ? ഷോ, ടോപ്പിലുണ്ട്. ആ,
ഇപ്പൊ കാണുന്നില്ലല്ലോ, ഞാൻ ചാറ്റ് ബോക്സ് ക്ലോസ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ കണ്ടിന്യൂ ചെയ്യാം. സോ ഫോർമൽ ഫാലസീസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് ഫോർമൽ ഫാലസീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് ഫോർമൽ ഫാലസീസ് പറഞ്ഞു. 16 ഫോർമൽ ഫാലസീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം പഠിക്കണം, ഇതിന്റെ എക്സാമ്പിൾസും നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോ സിലോജിസം, സിലോജിസം നമുക്കറിയാം, രണ്ട് പ്രിമൈസുകളും ഒരു കൺക്ലൂഷനും വരുന്നതിനെയാണ് നമ്മൾ സിലോജിസം എന്ന് പറയുന്നത്. സിലോജിസത്തിൽ ഒരുപാട് റൂൾസ് ഉണ്ട് പഠിക്കാൻ. ഓക്കെ, ഈ റൂൾസ്, ഈ ആദ്യം കാണുന്ന 6 ഫാലസീസ് സിലോജിസത്തിൽ വരുന്ന റൂൾസിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ ഫാലസീസ് ഉണ്ടാകുന്നത്. ഓക്കെ, 1 to 6 ഫാലസി ഓഫ് ഇലിസിറ്റ് മേജറും മൈനറും, എക്സ്ക്ലൂസീവ് പ്രിമൈസ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ, ഫാലസി ഓഫ് ഫോർ ടേംസ്, എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ഈ വരുന്ന 6 ഫാലസീസ് വരുന്നത് സിലോജിസത്തിലെ 5 റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഫാലസീസ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോന്നും പഠിക്കണം. സോ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇല്ലിസിറ്റ് മേജറിനെ കുറിച്ചാണ്. സോ ഇല്ലിസിറ്റ് മേജർ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് മേജർ ടേം, എന്താണ് മിഡിൽ ടേം, എന്താണ് മൈനർ ടേം എന്ന് പഠിക്കണം. ഓക്കെ, സോ നിങ്ങൾ പറയൂ, എന്താണ് മേജർ ടേം, എന്താണ് മൈനർ ടേം, മിഡിൽ ടേം? കമോൺ പറയൂ, ടൈപ്പ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, നമുക്ക് നോക്കാം. മേജർ ടേം നമ്മൾ സിലോജിസം എടുക്കുമ്പോൾ ഇതാണ് ഈ ഒരു എക്സാമ്പിൾ. ഓൾ കാറ്റ്സ് ആർ മാമൽസ്, ഓൾ മാമൽസ് ആർ ആനിമൽസ്, ഓൾ കാറ്റ്സ് ആർ ആനിമൽസ്. ഇതാണ് ഒരു സിലോജിസത്തിന്റെ സ്ട്രക്ചർ. രണ്ട് പ്രിമൈസ്, ഒരു കൺക്ലൂഷൻ. ഓക്കെ, അതാണ് സിലോജിസത്തിന്റെ സ്ട്രക്ചർ. സിലോജിസത്തിൽ രണ്ട് പ്രിമൈസുകൾ ഉണ്ടാകും, ദെൻ ഒരു കൺക്ലൂഷൻ. സോ ആദ്യമായിട്ട് പറയുന്നത് മേജർ ടേമിനെ കുറിച്ചാണ്. മേജർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയുന്നത്. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ കൺക്ലൂഷനിലെ സബ്ജക്റ്റിനെയാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയുന്നത്. ഓക്കെ, കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം, കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം. മൈനർ ടേമിനെ നമ്മൾ എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ രണ്ട് പ്രിമൈസ് ആണ് ഉണ്ടാകുക. ആ രണ്ട് പ്രിമൈസിൽ കോമൺ ആയിട്ടുള്ള ടേം ഏതാണോ അതിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ, സോ മേജർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം, കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം, ആൻഡ് പ്രിമൈസിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടേം ആണ് മിഡിൽ ടേം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, നമുക്കറിയാം. ദെൻ ഇനി നമുക്ക് ഇല്ലിസിറ്റ് മേജറിനെ കുറിച്ചും മൈനറിനെ കുറിച്ചും പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള കോൺസെപ്റ്റ് അറിഞ്ഞാലാണ് നമുക്ക് ഫാലസി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്കറിയോ? അറിയോ? പറയൂ, ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള ആ ഒരു ടേം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? ഓക്കെ, നമ്മൾ ഒരു സംഭവം പറയാണ്. അപ്പൊ ഓൾ കാറ്റ്സ് ആർ മാമൽസ് അല്ലെങ്കിൽ ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽസ് എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ ആ ഓൾ കാറ്റ്സ് അല്ലെങ്കിൽ ഓൾ ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ ആ കാറ്റ്സ് എന്നുള്ള പോപ്പുലേഷനെ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അതിനെയാണ് ഒരു പോപ്പുലേഷൻ, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് പോപ്പുലേഷനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓൾ കാറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റ്സിനെയും നമ്മൾ പറയുന്നുണ്ട്. ആ കാറ്റ് എന്ന പോപ്പുലേഷന്റെ എല്ലാതിനെയും പറയുന്നുണ്ട്. സോ കാറ്റ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്.
ഓക്കെ, ദെൻ ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ മാമൽസ് എന്നുള്ള ടേം അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? മാമൽസിൽ കാറ്റ്സ് മാത്രമല്ല വരുന്നത്, ബാക്കിയുള്ള ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് മാമൽസ് എന്നുള്ളത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ഒരു കോൺസെപ്റ്റ്, ഒരു സംഭവം പറയുമ്പോൾ അതിന്റെ ഹോൾ പോപ്പുലേഷനെ സൂചിപ്പിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ്, അത് ഹോൾ പോപ്പുലേഷനെ സൂചിപ്പിക്കാത്തതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഒന്നുകൂടെ പറയണോ? യെസ്, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഹോൾ പോപ്പുലേഷനെ, ഇപ്പൊ ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, എല്ലാ മനുഷ്യന്മാരും മോർട്ടൽസ് ആണ് എന്ന് പറയുമ്പോൾ ആ ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ഹ്യൂമനെയും, എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ നമ്മൾ ഒരു ടാബിൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ടാബിള്. ഇതില് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും all SSP, all SSP, no SSP, some SSP, some SS not P. കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് ആണ്. ഓൾ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ഓൾ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ആണ് കേട്ടോ പറയുന്നത്. ഓൾ എന്ന് പറഞ്ഞ അതിന്റെ ക്വാണ്ടിറ്റി യൂണിവേഴ്സൽ ആണ്, ക്വാളിറ്റി അഫർമേറ്റീവ് ആണ്. ദെൻ നോ പറഞ്ഞ അതിന്റെ ക്വാണ്ടിറ്റി യൂണിവേഴ്സൽ ആണ്, ക്വാളിറ്റി നെഗറ്റീവ് ആണ്. സം എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ആണ്, അഫർമേറ്റീവ് ആണ്. സം നോട്ട് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ, ഇനി ഓൾ SSP എന്ന് പറയുമ്പോൾ എസ് ഇവിടെ സബ്ജക്റ്റ് ആണ്, പി പ്രെഡിക്കേറ്റ് ആണ്. ഓൾ SSP ഇവിടെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, നോ SSP എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സം SSP എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സം SS നോട്ട് P എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ദെൻ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മൾ മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം എന്താണെന്ന് പറഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ഫാലസിയിലേക്ക് പോകാം. വൺ മോർ, ഒരു വട്ടം കൂടി പറയണോ? ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രെഡിക്കേറ്റോ അതാ പറയണ്ടേ? ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് അത് പറയാം. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ ഓക്കെ, ഇപ്പൊ നമ്മളൊരു ആർഗ്യുമെന്റ് എടുക്കുകയാണ്. ഓൾ കാറ്റ്സ് ആർ മാമൽസ്. ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്നുള്ള ആ ഒരു ആർഗ്യുമെന്റ് എടുക്കുമ്പോൾ അതിന്റെ ഈ മാമൽസ് എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, ഈ കാറ്റ്സ് എന്നുള്ളതാണ് അതിന്റെ സബ്ജക്റ്റ്. ഓക്കെ, ഓൾ കാറ്റ്സ് എന്ന് പറയുമ്പോൾ കാറ്റ്സിന്റെ ഹോൾ പോപ്പുലേഷനെ, എല്ലാ കാറ്റ്സിനെയും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള കോൺസെപ്റ്റ്. ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ അതിന്റെ ഹോൾ പോപ്പുലേഷനെ സൂചിപ്പിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. എന്നാൽ മാമൽസ് എന്ന് പറയുമ്പം മാമൽസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ കാറ്റ്സ് മാത്രമല്ല വരുന്നത്, വേറെയും ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഡോഗ്സ്, അതുപോലെ ബാക്കിയുള്ള ആനിമൽസ് എല്ലാം വരുന്നുണ്ട് മാമൽസിൽ. അപ്പൊ മാമൽസ് എന്ന് പറയുന്നത് നമ്മൾ മാമൽസിന്റെ കംപ്ലീറ്റ് പോപ്പുലേഷൻ അവിടെ പറയുന്നില്ല. അതുകൊണ്ട് ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്നുള്ള ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ കാറ്റ്സ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, മാമൽസ് എന്നുള്ളത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ദെൻ ഈ ടാബിളിൽ നോക്കുമ്പോൾ ഓൾ SSP എന്നുള്ളതിൽ എസ് സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നോ എടുക്കുമ്പോൾ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സം എടുക്കുമ്പോൾ രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സം നോട്ട് എടുക്കുമ്പോൾ സബ്ജക്റ്റ് മാത്രം അൺഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ അല്ലേ? ക്ലിയർ?
ഇനി പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് ഇതാ ഇങ്ങനെ ഒരു എല്ലൊക്കെ വെച്ച് ആലോചിച്ചോളൂ. ഓളും നോയും സമ്മും സം നോട്ടും ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഒരു എൽ, ഈ ഡിസ്ട്രിബ്യൂട്ടഡിനെ കണക്ട് ചെയ്തിട്ട് ഒരു എൽ വരയ്ക്കാം. അൺഡിസ്ട്രിബ്യൂട്ടഡിനെ കണക്ട് ചെയ്തിട്ട് ഒരു എൽ വരയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്നുള്ള മൈൻഡ് മാപ്പിംഗ് പോലെ. ഓക്കെ, എന്നാ നമുക്ക് ഫാലസിയിലേക്ക് പോവാം. ഫസ്റ്റ് ഫാലസി ആണ് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ. ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ. ഞാൻ പറഞ്ഞു നമ്മുടെ സിലോജിസത്തില് ഒരുപാട് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതാണ് ആദ്യത്തെ 6 ഫാലസി എന്ന്. സോ സിലോജിസത്തിന്റെ ഫസ്റ്റ് റൂൾ ആണ്, ഇഫ് എ ടേം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ കൺക്ലൂഷൻ ദ ടേം ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ പ്രിമൈസ് ഓൾസോ. ഈ റൂൾ എന്താന്ന് വെച്ചാല്, നമ്മൾ ഒരു സിലോജിസം എടുക്കുകയാണെന്ന് ഒരു സിലോജിസത്തില് ഒരു കൺക്ലൂഷനിൽ ഏതെങ്കിലും ഒരു ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിക്കാണെങ്കിൽ അതിന്റെ പ്രിമൈസിലും ആ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്രിമൈസിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഓക്കെ, കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിമൈസിലും ആ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ് സിലോജിസത്തിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. സോ ഇല്ലിസിറ്റ് മേജർ എന്ന് പറഞ്ഞാൽ മേജർ ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രിമൈസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അങ്ങനെ വരുന്ന ഫാലസിയാണ് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് ഈ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഓൾ ഡോഗ്സ് ആർ ആനിമൽസ്, നോ കാറ്റ്സ് ആർ ഡോഗ്സ്, therefore നോ കാറ്റ്സ് ആർ ആനിമൽസ് എന്നുള്ള ഈ കൺക്ലൂഷനിൽ നോ കാറ്റ്സ് ആർ ആനിമൽസ് എന്നുള്ള കൺക്ലൂഷനിൽ ആനിമൽസ് എന്നുള്ളതാണ് മേജർ ടേം, കാറ്റ്സ് എന്നുള്ളതാണ് മൈനർ ടേം, ആൻഡ് ഇവിടെ ഡോഗ്സ് എന്നുള്ളതാണ് മിഡിൽ ടേം. സോ ഇതില് ആനിമൽസ് ഇതിന്റെ മേജർ ടേം എന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് ആനിമൽസ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇനി പ്രിമൈസിലേക്ക് നോക്കുമ്പോൾ ഓൾ ഡോഗ്സ് ആർ ആനിമൽസ് എന്നുള്ള ആ ഒരു പ്രിമൈസിൽ നോക്കുമ്പോൾ ആനിമൽസ് എന്നുള്ളത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഫോർ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ. കൺക്ലൂഷനില് മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രിമൈസില് മേജർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓക്കെ, അതാണ് ഇല്ലിസിറ്റ് മേജർ. ഓക്കെ ആണോ? സോ നമുക്ക് ഇത് പറയുന്നതിന് മുന്നേ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലാണ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. വൺ മോർ. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഓൾ ഡോഗ്സ് ആർ ആനിമൽസ്, നോ കാറ്റ്സ് ആർ ഡോഗ്സ്, therefore നോ കാറ്റ്സ് ആർ ആനിമൽസ്. ഇതാണ് സിലോജിസം. ഈ സിലോജിസത്തിന്റെ കൺക്ലൂഷൻ ആണ് നോ കാറ്റ്സ് ആർ ആനിമൽസ്. ഓക്കെ, ഈ നോ കാറ്റ്സ് ആർ ആനിമൽസ് എന്നുള്ള ഈ കൺക്ലൂഷനില് മേജർ ഫേം ആയിട്ടുള്ള ആനിമൽസ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷേ ഈ പ്രിമൈസില് ഫസ്റ്റ് പ്രിമൈസ് ആയിട്ടുള്ള ഓൾ ഡോഗ്സ് ആർ ആനിമൽസ് എന്നുള്ള ഈ പ്രിമൈസിൽ ഈ ആനിമൽസ് എന്നുള്ള ടേം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രിമൈസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ദാറ്റ് ഈസ് ഇല്ലിസിറ്റ് മേജർ. ഓക്കെ, ടെക്നിക് നമ്മൾ അത് വീണ്ടും വീണ്ടും വായിച്ച് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഓളില് സബ്ജക്ട് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നോയില് രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സമ്മില് രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സം നോട്ടില് സബ്ജക്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം, എന്നാലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജർ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനർ ആണ്. സോ എന്തായിരിക്കും ഇല്ലിസിറ്റ് മൈനർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ മൈനർ ടേമിനാണ് ഇവിടെ പ്രശ്നം. കാരണം ഇവിടെ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ഓൾ വെയിൽസ് ആർ മാമൽസ്, ഓൾ വെയിൽസ് ആർ ആനിമൽസ്, therefore ഓൾ ആനിമൽസ് ആർ മാമൽസ്
എന്നുള്ള ഈ ഓൾ ആനിമൽസ് ആർ മാമൽസ് എന്നുള്ളതിൽ ഇവിടെ മാമൽസ് ആണ് മേജർ ടേം, ആനിമൽസ് ആണ് മൈനർ ടേം. ഓക്കെ, മാമൽസ് ആണ് മേജർ ടേം, ആനിമൽസ് ആണ് മൈനർ ടേം. ഇവിടെ ആനിമൽസ് എന്നുള്ള മൈനർ ടേം ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓൾ ആനിമൽസ് ആർ മാമൽസ് എന്നുള്ള എക്സാമ്പിളില് ആനിമൽസ് എന്നുള്ള മൈനർ ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷേ പ്രിമൈസില് ആനിമൽസ് എന്നുള്ളത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ദാറ്റ് ഇസ് ഇല്ലിസിറ്റ് മൈനർ. കൺക്ലൂഷനിൽ മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ട് ആവുകയും പ്രിമൈസില് മൈനർ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയും ചെയ്താൽ അതിനെയാണ് നമ്മൾ ഇല്ലിസിറ്റ് മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ അല്ലേ? അത് എങ്ങനെ ബ്രേക്ക് ആയി? ഫസ്റ്റ് റൂൾ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് റൂൾ സിലോജിസത്തിന്റെ ഫസ്റ്റ് റൂൾ ആണ്, ഒരു ടേം കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രിമൈസിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഇഫ് എ ടേം is distributed in conclusion, the term should be distributed in premise also. ഒരു കൺക്ലൂഷനിൽ ഒരു ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിക്കാണെങ്കിൽ എന്തായാലും അതിന്റെ പ്രിമൈസിലും ആ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഇതാണ് റൂൾ നമ്പർ 1. ഓക്കെ, ഈ റൂളിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മേജറും ഫാലസി ഓഫ് ഇല്ലിസിറ്റ് മൈനറും. ഇല്ലിസിറ്റ് മേജറിൽ മേജർ ടേം ആണ് അവിടെ പ്രിമൈസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്തത്. ആൻഡ് ഇല്ലിസിറ്റ് മൈനർ പറയുമ്പോൾ മൈനർ ടേം ആണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഇല്ലിസിറ്റ് മൈനർ ഒന്നുകൂടി പറയാം. ഇല്ലിസിറ്റ് മൈനർ എന്ന് പറഞ്ഞാൽ കൺക്ലൂഷനില് മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇവിടെ. അപ്പൊ നോക്കൂ, ഓൾ എന്ന് പറഞ്ഞാൽ ഓളുടെ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആൻഡ് അതിന്റെ പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമ്മൾ ടാബിളിൽ പഠിച്ചതാണ്. ഓൾ എന്ന് പറയുമ്പോൾ ഓളുടെ സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആനിമൽസ്, ഇവിടെ മൈനർ ടേം ആനിമൽസ് ആണ്. ആനിമൽസ് എന്നുള്ള മൈനർ ടേം ഇവിടെ കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷേ പ്രിമൈസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓക്കെ, അങ്ങനെ വരുന്നതാണ് ഇല്ലിസിറ്റ് മൈനർ. ഓക്കെ അല്ലേ? പ്രൈസ് കൺക്ലൂഷൻ ഇതൊന്ന് പറയുന്നു. പ്രിമൈസും കൺക്ലൂഷനും പറയണോ? അതാണോ പറയുന്നത്? നമ്മളൊരു സിലോജിസം എടുക്കുമ്പോൾ അതിന് രണ്ട് പ്രിമൈസ് ആണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഓൾ വെയിൽസ് ആർ മാമൽസ്, ഓൾ വെയിൽസ് ആർ ആനിമൽസ്. ഇത് രണ്ടും പ്രിമൈസ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് ഓൾ ആനിമൽസ് ആർ മാമൽസ് എന്നുള്ളതാണ് കൺക്ലൂഷൻ. ഒരു സിലോജിസത്തില് രണ്ട് പ്രിമൈസും ഒരു കൺക്ലൂഷനും ആണ് ഉണ്ടാവുക. ഓക്കെ, മിഡിൽ ടേം നമ്മുടെ പ്രിമൈസ് ഞാൻ പറഞ്ഞു, രണ്ട് പ്രിമൈസും ഒരു കൺക്ലൂഷനും ഉണ്ടാവുക. ഓക്കെ, ഈ പ്രിമൈസിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ടേമിനെയാണ് മിഡിൽ ടേം എന്ന് പറയാം. ഈ സ്ലൈഡിൽ നോക്കൂ, ഒരു എക്സാമ്പിൾ ആണ്, സിലോജിസത്തിന്റെ എക്സാമ്പിൾ ആണ് ഓൾ കാറ്റ്സ് ആർ മാമൽസ്, ഓൾ മാമൽസ് ആർ ആനിമൽസ്, ഓൾ കാറ്റ്സ് ആർ ആനിമൽസ്. ഇതാണ് സിലോജിസത്തിന്റെ എക്സാമ്പിൾ. ഇതിൽ ഫസ്റ്റ് വരുന്ന രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് പ്രിമൈസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് കൺക്ലൂഷൻ. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം, കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം, ആൻഡ് പ്രിമൈസിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ടേം ആണ് മിഡിൽ ടേം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫാലസിയിലേക്ക് പോകാം കേട്ടോ. ദെൻ എക്സ്ക്ലൂസീവ് ഫാലസി, മൂന്നാമത്തെ ഫാലസിയാണ് എക്സ്ക്ലൂസീവ് ഫാലസി. ഈ എക്സ്ക്ലൂസീവ് ഫാലസിയിൽ റൂൾ നമ്പർ 2, സിലോജിസത്തിന്റെ റൂൾ നമ്പർ 2 ആണ്, ദർ ക്യാൻ ബി
two negative premise in a syllogism. ഒരു സില്ലോജിസം വരുമ്പോൾ അതിന് രണ്ട് പ്രിമൈസും ഒരു കൺക്ലൂഷനും ഉണ്ടാവുക. ആ കൺക്ലൂഷന്റെ രണ്ട് പ്രിമൈസും നെഗറ്റീവ് ടേംസ് ആവാൻ പാടില്ല എന്നുള്ളതാണ് സില്ലോജിസത്തിന്റെ സെക്കൻഡ് റൂൾ. ഒന്നുകൂടെ, സില്ലോജിസത്തിന് രണ്ട് പ്രിമൈസും ഒരു കൺക്ലൂഷനും ഉണ്ടാവുക. ആ പ്രിമൈസിൽ രണ്ട് പ്രിമൈസും നെഗറ്റീവ് പ്രിമൈസ് ആവാൻ പാടില്ല. There can't be two negative premise in a syllogism. അതാണ് റൂൾ നമ്പർ 2 ഓഫ് സില്ലോജിസം. ഓക്കെ, ഈ റൂൾ നമ്പർ 2നെ ബ്രേക്ക് ചെയ്യുന്നതാണ് എക്സ്ക്ലൂസീവ് ഫാലസി. ഓക്കെ, സോ എക്സ്ക്ലൂസീവ് ഫാലസി എന്ന് പറഞ്ഞാൽ അവിടെ പ്രിമൈസിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് പ്രിമൈസ് ആണ് രണ്ടും ഉണ്ടാവുക. എക്സാമ്പിൾ നോക്കൂ. നോ കാറ്റ്സ് ആർ ഡോഗ്സ്, നോ ഡോഗ്സ് ആർ ഫിഷ്. ഇവിടെ കണ്ടോ, ഞാൻ റെഡില് മാർക്ക് ചെയ്ത് കണ്ടോ, നോ നോ. ഈ രണ്ട് പ്രിമൈസിലും നോ ആണ്. അതാണ് എക്സ്ക്ലൂസീവ് ഫാലസി എന്ന് പറയുന്നത്. സോ റൂൾ നമ്പർ 2 എന്താണ് സിലോജിസത്തിന്റെ? റൂൾ നമ്പർ 2 ആണ് ദർ കാൻ ബി ടു നെഗറ്റീവ് പ്രിമൈസ് ഇൻ എ സിലോജിസം. ഇവിടെ രണ്ട് നോ വന്നു, അതുകൊണ്ടാണ് ഇത് എക്സ്ക്ലൂസീവ് ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, സംനോട്ടും വരും. നോയോ സംനോട്ടോ, നെഗറ്റീവ് പ്രിമൈസ് എന്നാണ് പറയുന്നത്. നെഗറ്റീവ്. ഓക്കെ, രണ്ട് പ്രിമൈസിലും നെഗറ്റീവ് പ്രിമൈസ് വന്നാലാണ് എക്സ്ക്ലൂസീവ് ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഫാലസിയിലേക്ക് പോകാം. ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. സോ റൂൾ നമ്പർ 3, സിലോജിസത്തിലെ റൂൾ നമ്പർ 3 ആണ് പറയാൻ പോകുന്നത്. മിഡിൽ ടേം ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പ്രിമൈസ്. സോ നമ്മൾ മിഡിൽ ടേമിനെ കുറിച്ച് പറഞ്ഞതാണ്. പ്രിമൈസിൽ വരുന്ന കോമൺ ടേം ആണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സ്ലൈഡിൽ പഠിച്ചതാണ്. സോ റൂൾ നമ്പർ 3 പറയുന്നത് മിഡിൽ ടേം ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പ്രിമൈസ്. രണ്ട് പ്രിമൈസിലും കോമൺ ആയിട്ട് വരുന്ന ടേം ആണ് മിഡിൽ ടേം. ഇതിൽ ഏതെങ്കിലും ഒരു ടേമിൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്രിമൈസിലെങ്കിലും മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതാണ് റൂൾ നമ്പർ 3. ഓക്കെ, റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് രണ്ട് പ്രിമൈസിലും കോമൺ ആയിട്ട് വരുന്നതാണ് മിഡിൽ ടേം. ഈ മിഡിൽ ടേം ഏതെങ്കിലും ഒരു പ്രിമൈസിൽ എങ്കിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഓക്കെ, ഈ റൂളിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. സോ എന്താണ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ? This occurs when the middle term in a categorical syllogism is not distributed in either premise. രണ്ട് പ്രിമൈസിലും മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നതിനെയാണ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. All radicals are people with long hair. At is a person with long hair. ഇവിടെ ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തതാണ്, കണ്ടോ, പീപ്പിൾ വിത്ത് ലോങ് ഹെയർ. രണ്ട് പ്രിമൈസിലും ഉണ്ട്, അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത്. പീപ്പിൾ വിത്ത് ലോങ് ഹെയർ ആണ് മിഡിൽ ടേം. ഈ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ എന്നുള്ളത് രണ്ട് പ്രിമൈസിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ഓക്കെ, സോ ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രിമൈസിലും മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയാൽ അതിനെയാണ് നമ്മൾ ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയണോ? ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറഞ്ഞാൽ സില്ലോജിസത്തിന്റെ തേർഡ് റൂൾ ആണ് മിഡിൽ ടേം ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പ്രിമൈസ് എന്ന് പറയുന്നത്. ഓക്കെ, റൂൾ നമ്പർ 3 എന്താണ് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രിമൈസിലും കോമൺ ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഈ മിഡിൽ ടേം ഏതെങ്കിലും ഒരു പ്രിമൈസിലെങ്കിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം എന്നുള്ളതാണ് റൂൾ. ഈ റൂളിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. എക്സാമ്പിളിലേക്ക് നോക്കിയാൽ ഓൾ റാഡിക്കൽസ് ആർ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ. എറ്റ് ഈസ് എ പേഴ്സൺ വിത്ത് ലോങ് ഹെയർ. സോ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ എന്നുള്ളതാണ് ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് കാണുന്നില്ലേ? ഈ കോമൺ ആയിട്ട് വരുന്ന ഈ മിഡിൽ ടേം ഈ രണ്ട് പ്രിമൈസിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. രണ്ട് പ്രിമൈസിലും മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വരിക. ഓക്കെ,
എഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരാളെ പേരാണ് കേട്ടോ, നെയിമാണ്. ഓൾ റാഡിക്കൽസ് ആർ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ. ഓൾ ഇവിടെ എഡ് എന്നുള്ളത് ഒരാളെ പേരാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾ ആണ് വരിക. ഓക്കെ, ഓൾ എഡ് ഇസ് എ പേഴ്സൺ വിത്ത് ലോങ് ഹെയർ, അങ്ങനെയാണ് വരിക. സോ ഓൾ വരുമ്പോ ഓളിന്റെ സബ്ജക്റ്റ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഈ രണ്ട് പ്രിമൈസിലും മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? അതിന് നമ്മൾ ആ ടാബിള് പഠിച്ചേ തീരൂ. ടാബിള് പഠിക്കാതെ അത് ശരിയാവില്ല. ഇവിടെ ഡൗട്ട് ആയോ? ഇവിടെ ഡൗട്ട് ആവാൻ എന്താ? ഓൾ റാഡിക്കൽസ്, ഓൾ വരുമ്പോ അതിന്റെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലെ? ഓളിൽ എങ്ങനെയാ വരുന്നത്? ഓളില് സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. എഡ് എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്, ഒരാളുടെ പേരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് ഓൾ എഡ് ഇസ് എ പേഴ്സൺ വിത്ത് ലോങ് ഹെയർ എന്നാണ് വരിക. ഓക്കെ, ഇല്ല, ഏതെങ്കിലും ഒരു പ്രിമൈസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയാല് വരില്ല. രണ്ട് പ്രിമൈസിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയാലാണ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ക്ലൂസീവ് പ്രിമൈസ് സ്ലൈഡ് ഒന്ന് കാണിക്കും. എക്സ്ക്ലൂസീവ് പ്രിമൈസിന്റെ സ്ലൈഡ് കാണിക്കണോ? എക്സ്ക്ലൂസീവ് ഫാലസി, എക്സ്ക്ലൂസീവ് ഫാലസി. എക്സ്ക്ലൂസീവ് ഫാലസി എന്ന് പറഞ്ഞാൽ രണ്ട് നെഗറ്റീവ് പ്രിമൈസ് വരുന്നത്. ഓക്കെ, എഡ് എങ്ങനെ ഓളായെന്നോ? എഡ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്, ഒരാളുടെ പേരാണ്. ഓക്കെ, അപ്പോ ഓൾ എഡ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾ എഡ്. ഓക്കെ, ഓൾ റാഡിക്കൽസ് ആർ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ. ഓൾ എഡ്. ഓക്കെ, എഡ് എന്നുള്ള പേരിലുള്ള എല്ലാവരും. ഓൾ എഡ് ഇസ് എ പേഴ്സൺ വിത്ത് ലോങ് ഹെയർ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓളും സമ്മും അല്ല ഇവിടെ കാര്യം. ഇവിടെ മിഡിൽ ടേം ഓള് വന്നാല് ഡിസ്ട്രിബ്യൂട്ടർ അൺഡിസ്ട്രിബ്യൂട്ടർ മാറില്ലേ? മിഡിൽ ടേം ആണ് ഇവിടെ നോക്കേണ്ടത്. മിഡിൽ ടേം നോക്കിയിട്ട് മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ഫാലസിയിലേക്ക് പോവാം. ഫാലസി ഓഫ് ഫോർ ടേംസ്. ഇനി അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഓൾ എഡ് ഇസ് എ പേഴ്സൺ വിത്ത് ലോങ് ഹെയർ എന്ന് വരുമ്പോൾ ഒന്ന് ആണോ ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്ന, രണ്ട് സെക്കൻഡ് പ്രിമൈസ്. ഓക്കെ, ഒരു തവണ കൂടി പറയാം കേട്ടോ. അത് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രിമൈസിലും മിഡിൽ ടേം അൺഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. അപ്പൊ നമ്മൾ ആ ടാബിളിൽ പഠിച്ചതാണ്, ഓള് വരുമ്പോ അതിന്റെ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അതിന്റെ പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സോ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ എന്നുള്ളത് എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. സോ ഓൾഡ് പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ ഓൾ എഡ് ഇസ് എ പേഴ്സൺ വിത്ത് ലോങ് ഹെയർ എന്നുള്ള ആ ഒരു പ്രിമൈസിൽ എഡ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, പേഴ്സൺ വിത്ത് ലോങ് ഹെയർ എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. സോ പേഴ്സൺ വിത്ത് ലോങ് ഹെയർ എന്നുള്ളത് എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഓളില് സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആൻഡ് പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഓക്കെ ആണോ?
മിഡിൽ ടേം നോക്കിയാൽ മതി. യെസ്, മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പ്രിമൈസിലും കോമൺ ആയിട്ട് വരുന്ന ടേം ആണ് മിഡിൽ ടേം. ഓക്കെ, ഇവിടെ മിഡിൽ ടേം രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയാൽ റൂൾ നമ്പർ 3 ബ്രേക്ക് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ദെൻ അടുത്ത ഫാലസി ആണ് ഫാലസി ഓഫ് ഫോർ ടേംസ്. ഫാലസി ഓഫ് ഫോർ ടേംസിൽ സിലോജിസത്തിന്റെ നാലാമത്തെ റൂളിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. സിലോജിസത്തിന്റെ നാലാമത്തെ റൂളാണ് ഇൻ എ സിലോജിസം ദർ വിൽ ബി 3 ഡിഫറെന്റ് ടേംസ്. ഒരു സിലോജിസം നമ്മൾ എടുക്കുമ്പോൾ അതില് 3 ഡിഫറെന്റ് ടേംസ് ആണ് വേണ്ടത്. ഓക്കെ, 3 ഡിഫറെന്റ് ടേംസിൽ നിന്ന് നാലെണ്ണം ആയിക്കാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഫാലസി ഓഫ് ഫോർ ടേംസ്. ആ പേര് തന്നെ നമുക്ക് കിട്ടും, ഫാലസി ഓഫ് ഫോർ ടേംസ്. ഫോർ എക്സാമ്പിൾ, ഈ എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കിയാൽ ഞാൻ കളർ മാറ്റി കൊടുത്ത കണ്ടില്ലേ? ഓൾ കാറ്റ്സ് ആർ ആനിമൽസ്, സം ഫിഷ് സ്വിം ഇൻ വാട്ടർ. ഇവിടെ നോക്കിയാൽ രണ്ട് പ്രിമൈസിൽ നോക്കിയാൽ കാറ്റ്സ്, ആനിമൽസ്, ഫിഷ്, വാട്ടർ. ഇത് നാലെണ്ണം 4 ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോ നമ്മളെ നാലാമത്തെ റൂളാണ്, സിലോജിസത്തിന്റെ നാലാമത്തെ റൂളാണ്, ഒരു സിലോജിസത്തിൽ 3 ഡിഫറെന്റ് ടേംസേ പറ്റൂ, 4 ഡിഫറെന്റ് ടേംസ് പറ്റില്ല. സോ ആ ഒരു റൂളിനെയാണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്, ഫാലസി ഓഫ് ഫോർ ടേംസ്. ഇവിടെ നമുക്ക് നോക്കിയാൽ ദിസ് ഒക്കേഴ്സ് when syllogism has 4 terms. ഓക്കെ, 3 ടേംസിന് പകരം 4 ടേംസ് ആയാൽ അതിനെയാണ് ഫാലസി ഓഫ് ഫോർ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? സോ അടുത്തത് നോക്കാം. അടുത്ത ഫാലസിയാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി. അടുത്ത 6th ഫാലസിയാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ഇവിടെ സിലോജിസത്തിന്റെ 5th റൂളാണ്, ഇഫ് എ പ്രിമൈസ് ആർ യൂണിവേഴ്സൽ കൺക്ലൂഷൻ ഷുഡ് ഓൾസോ ബി യൂണിവേഴ്സൽ. പ്രിമൈസുകള് യൂണിവേഴ്സൽ ആയാൽ അതിന്റെ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആയിരിക്കണം. ഓക്കെ, അതാണ് റൂൾ നമ്പർ 5. പ്രിമൈസ് യൂണിവേഴ്സൽ ആയാൽ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആകണം. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓൾ മൈസ് ആർ ആനിമൽസ്, ഓൾ ആനിമൽസ് ആർ ഡേഞ്ചറസ്, സോ സം മൈസ് ആർ ഡേഞ്ചറസ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രിമൈസിൽ രണ്ടും ഓൾ ആണ് വന്നത്. ഓക്കെ, കൺക്ലൂഷനിൽ സം ആണ് വന്നത്. അതാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറയുന്നത്. റൂളിൽ എന്താ പറയുന്നത്? പ്രിമൈസ് രണ്ടും യൂണിവേഴ്സൽ ആയാൽ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആകണം. ഓക്കെ, ഇവിടെ യൂണിവേഴ്സൽ വന്ന് പെർട്ടിക്കുലർ ആണ് വന്നത്, ഓള് വന്ന് സം ആണ് വന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറയുന്നത്. ക്ലിയർ? ഒന്നുകൂടി പറയാം. എക്സിസ്റ്റൻഷ്യൽ ഫാലസി എന്ന് പറഞ്ഞാൽ സിലോജിസത്തിന്റെ 5ാമത്തെ റൂളിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. 5ാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഇഫ് എ പ്രിമൈസ് ആർ യൂണിവേഴ്സൽ, രണ്ട് പ്രിമൈസും യൂണിവേഴ്സൽ ആണ് എന്നുണ്ടെങ്കിൽ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആയിരിക്കണം. ഇഫ് പ്രിമൈസസ് ആർ യൂണിവേഴ്സൽ കൺക്ലൂഷൻ ഷുഡ് ഓൾസോ ബി യൂണിവേഴ്സൽ. ഓക്കെ, രണ്ട് പ്രിമൈസും യൂണിവേഴ്സൽ ആണെങ്കിൽ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആകണം. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും. ഫസ്റ്റത്തെ പ്രിമൈസിൽ ഓൾ ആണ് വന്നത്, സെക്കൻഡത്തെ പ്രിമൈസിൽ വീണ്ടും ഓൾ ആണ് വന്നത്. അപ്പം കൺക്ലൂഷനിലും ഓൾ ആണ് വരേണ്ടിയിരുന്നത്, പകരം ഇവിടെ സം ആണ് വന്നത്. അതുകൊണ്ടാണ് ഈ റൂളിനെ ബ്രേക്ക് ചെയ്യുന്നത് എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഫാലസി, fallacy of drawing affirmative conclusion from negative premise. അടുത്ത ഫാലസിയാണ് ഫാലസി ഓഫ് ഡ്രോയിങ് അഫർമേറ്റീവ് കൺക്ലൂഷൻ ഫ്രം നെഗറ്റീവ് പ്രിമൈസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ആ ഒരു ടൈറ്റിലിനെ പേരിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡ്രോയിങ് അഫർമേറ്റീവ് കൺക്ലൂഷൻ, അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഓക്കെ, അഫർമേറ്റീവ് കൺക്ലൂഷന് നെഗറ്റീവ് പ്രിമൈസിൽ നിന്നും അഫർമേറ്റീവ് കൺക്ലൂഷൻ എടുക്കുന്നതാണ് ഈ ഫാലസി. എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. രണ്ട് നോ വന്നിട്ട് കൺക്ലൂഷനിൽ ഓൾ വന്നാൽ അതിനെയാണ് ഫാലസി ഓഫ് ഡ്രോയിങ് അഫർമേറ്റീവ് കൺക്ലൂഷൻ ഫ്രം നെഗറ്റീവ് പ്രിമൈസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് നോ വന്ന്
രണ്ട് നെഗറ്റീവ് വന്ന് അതിനൊരു അഫേർമറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷൻ എടുക്കുന്നതാണ് fallacy of drawing affirmative conclusion from negative premise. Okay. ഇനി അടുത്ത fallacy നോക്കാം. Fallacy of drawing negative conclusion from an affirmative premise. As the title suggests, നമ്മള് അഫേർമറ്റീവ് ആയിട്ടുള്ള പ്രിമൈസിൽ നിന്നും ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. രണ്ട് ഓൾ വന്നിട്ട് നോ ആകുന്നത് കണ്ടോ? ഓൾ വന്നിട്ട് നോ ആകുന്നതാണ് fallacy of drawing a negative conclusion from an affirmative premise. Okay, all birds can fly. All penguins are birds. Therefore, penguins cannot fly. ഇവിടെ എല്ലാം വരുന്നത് സ്ട്രക്ചറിലുള്ള എറേഴ്സ് ആണ്. സോ രണ്ട് ഓൾ വന്നിട്ട് കൺക്ലൂഷനിൽ ഒരു നോ വരുന്നതാണ് fallacy of drawing negative conclusion from an affirmative premise. ഓക്കെ ആണോ? കൺക്ലൂഷൻ ആണോ അഫർമേറ്റീവ് ആവേണ്ടത്? ഇവിടെ ഏത് റൂൾ ആണെന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ നോ വരുമ്പോ നോ ആണ് വരേണ്ടത്, കൺക്ലൂഷനിലും നോ ആണ് വരേണ്ടത്. നെഗറ്റീവ് പ്രിമൈസ് വന്നാൽ നെഗറ്റീവ് കൺക്ലൂഷൻ ആണ് വരേണ്ടത്. പകരം ഇവിടെ രണ്ട് നെഗറ്റീവ് വന്നിട്ട് ഒരു അഫർമേറ്റീവ് കൺക്ലൂഷൻ ആണ് വന്നത്. അതുകൊണ്ടാണ് fallacy of drawing affirmative conclusion from a negative premise. ഓക്കെ, ഇനി ഈ fallacy നോക്കുമ്പോൾ ഇവിടെ രണ്ട് ഓൾ വരുമ്പോ കൺക്ലൂഷനിലും ഓൾ ആണ് വരേണ്ടത്. പകരം ഇവിടെ രണ്ട് ഓൾ വന്നിട്ട് നോ ആണ് വരുന്നത്, നെഗറ്റീവ് പ്രിമൈസ് ആണ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Let's move on to the next fallacy. Affirming the antecedent. Affirming the antecedent എന്ന് പറഞ്ഞാൽ ആ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ആന്റിസിഡന്റിനെ അഫേം ചെയ്യാം. ഓക്കെ, affirming the antecedent. This occurs when one affirms the antecedent of a conditional statement and conclude the consequent. ഇവിടെ വരുന്നത് നമുക്കൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് വരിക. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇഫ് വെച്ചിട്ടാണ് ഇതിന്റെ എക്സാമ്പിൾസ് തുടങ്ങാം. ഓക്കെ, if it is raining, മഴ പെയ്താൽ then the streets are wet. സ്ട്രീറ്റ്സ് വെറ്റ് ആകും. ഓക്കെ, സോ എന്താണ് പറയുന്നത് ഇവിടെ? എന്താണ് അഫേം ചെയ്യുന്നത്? ആന്റിസിഡന്റ്. സോ ഈ ഫസ്റ്റ് പാർട്ടിനെ യെല്ലോ കളറിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് പാർട്ടിനെ if it is raining എന്നുള്ള ഈ ഫസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, if it is raining എന്നുള്ള ഫസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയാം. ഓക്കെ, ഈ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുള്ള then the streets are wet എന്നുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ കോൺസിക്വന്റ് എന്ന് പറയാം. ഓക്കെ ആണോ? ഇതില് if it is raining എന്നുള്ള പാർട്ടാണ് ആന്റിസിഡന്റ്, then the streets are wet എന്നുള്ള ഈ പാർട്ടാണ് കോൺസിക്വന്റ്. സോ നമ്മൾ ഇവിടെ അഫേം ചെയ്യുന്നത് ആന്റിസിഡന്റിനെയാണ്. ആന്റിസിഡന്റ് എന്ന് വെച്ചാൽ if it is raining. if it is raining എന്നുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ ഇവിടെ അഫേം ചെയ്യുന്നത്. ഓക്കെ, if it is raining then the streets are wet. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് അടുത്ത ഫാലസീസ് ഒക്കെ നോക്കാം. ഇത് ഓക്കെ അല്ലേ? അഫേമിംഗ് ദ ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ആന്റിസിഡന്റിനെ അഫേം ചെയ്യാം. ഓക്കെ ഓക്കെ, അടുത്തതാണ് അഫേമിംഗ് ദ കോൺസിക്വന്റ്. അഫേമിംഗ് ദ കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ കോൺസിക്വന്റിനെ അഫേം ചെയ്യുന്നതാണ് അഫേമിംഗ് ദ കോൺസിക്വന്റ്. ഓക്കെ, affirming the consequent is this occurs when one affirms the consequent of a conditional statement and concludes the antecedent. കഴിഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് എടുത്തത്. if it is raining conditional statement ആണ്. if it is raining then the streets are wet. So നമ്മൾ എന്താ ചെയ്യുന്നത്? affirming the consequent.
the streets are wet, therefore it is raining. Okay. ഇവിടെ ചെയ്യുന്നത് affirming the consequent. Consequent എന്ന് പറഞ്ഞാല് then the streets are wet എന്നുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ consequent എന്ന് പറയുന്നത്. Okay. Then അടുത്ത fallacy ആണ് denying the antecedent. ഇവിടെ നമ്മൾ ചെയ്യുന്നത് deny ആണ് ചെയ്യുന്നത്. Okay. ഇവിടെ നമുക്കൊരു no വരും കൺക്ലൂഷനിൽ. Okay. If it is raining, then the streets are wet. If it is raining ആണ് antecedent, then the streets are wet ആണ് consequent. Then it is not raining. It is not raining. So അവിടെ ഒരു not വന്നു. നമ്മൾ ഡിനൈ ചെയ്യാണ്. ആൻഡ് എന്തിനാണ് ഡിനൈ ചെയ്യുന്നത്? ആന്റിസിഡന്റിനാണ് ഡിനൈ ചെയ്യുന്നത്. It is not raining. Therefore, the streets are not wet. Okay. Then denying the consequent. Denying the consequent എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസിക്വന്റിനെയാണ് ഡിനൈ ചെയ്യുന്നത്. ഇവിടെ ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ if it is raining ആണ്. കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ the streets are wet എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ കോൺസിക്വന്റിനെ നമ്മൾ ഡിനൈ ചെയ്യാണ്. The streets are not wet. Therefore, it is not raining. Okay. Okay ആണോ? ഡിനൈങ് ആന്റിസിഡന്റ് ഒന്നുകൂടി പറയണോ? ഡിനൈങ് ആന്റിസിഡന്റ് എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ എടുത്താൽ പെട്ടെന്ന് മനസ്സിലാകും. ഇഫ് ഇറ്റ് ഇസ് റെയിനിങ്. ഇഫ് ഇറ്റ് ഇസ് റെയിനിങ് എന്നുള്ളതാണ് ഇവിടുത്തെ ആന്റിസിഡന്റ്. ഓക്കെ. ഫസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയാം. കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട്. ഓക്കെ. ഇഫ് ഇറ്റ് ഇസ് റെയിനിങ് എന്നുള്ളതാണ് ആന്റിസിഡന്റ്. ദെൻ ദ സ്ട്രീറ്റ്സ് ആർ വെറ്റ് എന്നുള്ളതാണ് ഇതിന്റെ കോൺസിക്വന്റ്. ദെൻ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡിനൈയിങ് ദ ആന്റിസിഡന്റ് ആണ്. ഡിനൈ ചെയ്യാണ് ആന്റിസിഡന്റിനെ. ഇവിടുത്തെ ആന്റിസിഡന്റ് ആണ് ഇഫ് ഇറ്റ് ഇസ് റെയിനിങ്. ഓക്കെ. അപ്പൊ കൺക്ലൂഷനിൽ എന്ത് വരും? ഇറ്റ് ഇസ് നോട്ട് റെയിനിങ്. therefore the streets are not wet. ഓക്കെ ആണോ? ഓക്കെ. സമ്മപ്പ് ചെയ്യാട്ടോ. അടുത്ത ഫാലസി ആണ് അപ്പീൽ ടു പ്രോബബിലിറ്റി. അപ്പീൽ ടു പ്രോബബിലിറ്റി. എന്താണ് അപ്പീൽ ടു പ്രോബബിലിറ്റി? നോക്കാം. നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ പോസിബിലിറ്റിയെ നോക്കിയിട്ട്, പ്രോബബിലിറ്റിയെ നോക്കിയിട്ട് നമ്മൾ ഒരു കാര്യം പറയുന്നു. എന്നിട്ട് അതിൽ നമ്മൾ പറഞ്ഞതിൽ നമുക്കൊരു മിസ്റ്റേക്ക് വരുന്നത്, ഒരു എറർ വരുന്നതിനെയാണ് നമ്മൾ അപ്പീൽ ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. നല്ല കറുത്ത മേഘങ്ങള്, ഡാർക്ക് ക്ലൗഡ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും മഴ പെയ്യാനുള്ള ഒരു സൈൻ ആണ് ഇത് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ പറയുന്നു ഇന്ന് മഴ പെയ്യും എന്ന് പറയാണ്. എന്നിട്ട് ഇന്ന് മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് മഴ അന്ന് പെയ്തില്ലെങ്കിൽ അപ്പൊ നമുക്ക് പറയാം ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ അപ്പീൽ ടു പ്രോബബിലിറ്റി ഫാലസി. ഓക്കെ. ഡാർക്ക് ക്ലൗഡ്സിനെ കണ്ടിട്ട് നമ്മൾ പറയാണ് ഇന്ന് മഴ പെയ്യും. പക്ഷെ അന്ന് മഴ പെയ്തില്ലെങ്കിൽ അതാണ് അപ്പീൽ ടു പ്രോബബിലിറ്റി. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ പ്രോബബിലിറ്റിയെ വെച്ച്, പോസിബിലിറ്റിയെ വെച്ച് നമ്മളൊരു കാര്യം പറയുന്നു. എന്നിട്ട് നമുക്ക് അതിലൊരു എറർ വന്നാൽ അതിനെയാണ് അപ്പീൽ ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഐ സീ എ ഡാർക്ക് ക്ലൗഡ് ഓൺ ദ ഹൊറൈസൺ. ഡാർക്ക് ക്ലൗഡ് മീൻ റെയിൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ഹിയർ ടുഡേ എന്ന് പറഞ്ഞ് മഴ പെയ്തില്ലെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ അല്ലേ? That is appeal to probability. Then അടുത്തതാണ് masked man fallacy. ഒന്നുകൂടി പറയണോ? appeal to probability. appeal to probability ആ പേരിൽ തന്നെ ഉണ്ട്, പ്രോബബിലിറ്റി. നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ പ്രോബബിലിറ്റിയെ വെച്ചിട്ട്, പോസിബിലിറ്റിയെ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം പറയുന്നു, നമ്മളൊരു കാര്യം റീസണിങ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നമുക്കൊരു എറർ വരുന്നതിനെയാണ് അപ്പീൽ ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സീ എ ഡാർക്ക് ക്ലൗഡ് ഓൺ ദ ഹൊറൈസൺ. ആകാശത്ത് നല്ല കറുത്ത മേഘങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് മിക്കവാറും മഴ പെയ്യും എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇന്ന് മഴ പെയ്തില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ അപ്പീൽ ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.
മാസ്ക് മാൻ ഫാലസി. മാസ്ക് മാൻ ഫാലസി ഇത് നമ്മള് ഓക്കെ, മാസ്ക് മാൻ ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ മുഖത്തുള്ള ഐഡന്റിഫൈ ഫീച്ചേഴ്സ് ആയിട്ട്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണ്, നമ്മളെ ഐബ്രോസ്, നോസ്, ലിപ്സ്, അതൊക്കെയാണ് നമ്മുടെ മുഖത്തുള്ള ആ ഫീച്ചേഴ്സ്. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫീച്ചേഴ്സ് ഒന്നും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ആ ഐഡന്റിഫൈ ചെയ്തതിൽ നമുക്കൊരു എറർ സംഭവിച്ചാൽ അതിനെയാണ് നമ്മൾ പറയാ മാസ്ക് മാൻ ഫാലസി. ഓക്കെ, ഒന്നുകൂടെ. ഒരാളെ നമുക്ക് തിരിച്ചറിയാന്, ഒരാളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഐബ്രോസ്, നമ്മുടെ കണ്ണുകള്, മൂക്ക്, ചുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് ഒന്നും അല്ലാതെ ബാക്കിയുള്ളത് നോക്കിയിട്ട്, ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഐഡന്റിഫൈ ചെയ്തതിൽ നമുക്കൊരു എറർ സംഭവിച്ചാല് അപ്പൊ നമുക്ക് പറയാം അതാണ് മാസ്ക് മാൻ ഫാലസി. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറയാണ്, ഞാൻ ഇന്നലെ നിന്നെ രാജേഷിന്റെ കൂടെ കോഫി കുടിക്കുന്നത് പാർലറിൽ വെച്ച് കണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോ എന്റെ ഫ്രണ്ടിന്, നമ്മുടെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള രാജേഷിന് ബിയേർഡ് ഉണ്ട്, താടിയുണ്ട്. സോ നിന്റെ കൂടെ ഇന്നലെ കോഫി പാർലറിൽ വെച്ച് കോഫി കുടിച്ച ആൾക്കും താടിയുണ്ട്, അതുകൊണ്ട് തന്നെ നീ രാജേഷിന്റെ കൂടെയാണ് കോഫി കുടിച്ചത്. ഓക്കെ, ഓക്കെ ആണോ? ഐ സോ യു ഹാവിംഗ് കോഫി വിത്ത് എ മാൻ ഹാവിംഗ് ബിയേർഡ്. രാജേഷ് ഹാസ് ബിയേർഡ്, സോ ഹി ഈസ് യുവർ ന്യൂ ബോയ് ഫ്രണ്ട്. ഓക്കെ, രാജേഷിനെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല, രാജേഷിന്റെ താടി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഐ മീൻ, രാജേഷ് എന്നുള്ളത് ഒരു കോമൺ ഫ്രണ്ട് ആണ്. ആ രാജേഷിന് ഒരു താടിയുണ്ട്, പക്ഷെ ഇന്നലെ നിന്റെ കൂടെ കോഫി കുടിച്ച അയാളിലും താടിയുണ്ട്, അതുകൊണ്ട് അത് രാജേഷ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണ് മാസ്ക് മാൻ ഫാലസി. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ആണ്, എന്റെ അച്ഛനെ എനിക്ക് അറിയാം, ആ മാസ്ക് ഇട്ട ഒരാളെ എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ആ മാസ്ക് ഇട്ട ആള് എന്റെ അച്ഛനല്ല എന്ന് പറയുന്നത്. ഒരാളെ കാണുമ്പോ നമ്മൾ പറയാണ്, ഒരാൾ മാസ്ക് ഇട്ട ഒരാൾ ഇങ്ങനെ പോകുന്നത് കണ്ടു, മാസ്ക് ഇട്ടുകൊണ്ട് ഒരാൾ പോകുന്നത് കണ്ടു. അപ്പോ അവര് പറയാണ്, എന്റെ അച്ഛനെ എനിക്ക് അറിയാം, ആ മാസ്ക് ഇട്ട ആളെ എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ആ മാസ്ക് ഇട്ട ആളല്ല എന്റെ അച്ഛൻ. ചിലപ്പോ ആ കുട്ടിയുടെ അച്ഛൻ മാസ്ക് ഇട്ട് പോകുന്നതായിരിക്കാം. ഓക്കെ ആണോ? അതാണ് മാസ്ക് മാൻ ഫാലസി. യെസ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് അതർ ദാൻ നമ്മളെ ഫേഷ്യൽ ഫീച്ചേഴ്സ് അല്ലാതെ ബാക്കിയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലൊരു തെറ്റ് വരുന്നതാണ് മാസ്ക് മാൻ ഫാലസി. ഓക്കെ, ദെൻ അടുത്ത ഫാലസിയാണ് നോൺ സെക്വിറ്റ ഫാലസി. നോൺ സെക്വിറ്റ ഫാലസി എന്ന് പറഞ്ഞാൽ എ ഫാലസി വെറിൻ someone asserts a conclusion that does not follow from the proposition. ഇതിൽ വരുന്ന കൺക്ലൂഷൻ അതിന്റെ പ്രിപ്പോസിഷൻസിനെ ഫോളോ ചെയ്യുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഷീ ഡ്രൈവ്സ് എ BMW കാർ, ഷീ മസ്റ്റ് ബി റിച്ച്. നമ്മൾ പറയാണ്, ഒരാള് BMW കാർ എടുത്ത് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാറിൽ പോകുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറയണം, അയാൾ നല്ല റിച്ച് ആയിരിക്കും എന്ന് നമ്മൾ പറയാം. പക്ഷെ അത് അയാളുടെ തന്നെ കാർ ആയിരിക്കണം എന്നില്ല, വേറെ ആരുടെങ്കിലും റിലേറ്റീവ്സിന്റെ കാർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി എടുത്തതായിരിക്കാം. സോ ഒരാള് കാറ്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അയാൾ റിച്ച് ആയിരിക്കണം എന്നില്ല. അപ്പൊ നമുക്ക് പറയാം, നമുക്കൊരു നോൺ സെക്വിറ്റ ഫാലസി സംഭവിച്ചു എന്ന് പറയാം. ഓക്കെ, അതിന്റെ കൺക്ലൂഷൻ എന്നുള്ളത് അതിന്റെ പ്രിമൈസിൽ നിന്ന് വന്നതല്ല, അത് ഫോളോ ചെയ്ത് വന്നതല്ല. ഓക്കെ, ദെൻ നമ്മൾ കാണുകയാണ്, ഒരാള് റെഡ് കളറിലെ ഷൂസ് ഇട്ടിരിക്കുന്ന കാണാണ്. അപ്പൊ നമ്മൾ പറയാണ്, ഹി മസ്റ്റ് ബി ഗുഡ് അറ്റ് ഫുട്ബോൾ. ഫുട്ബോളിൽ അയാൾ ഭയങ്കര ഗുഡ് ആയിരിക്കും. അപ്പോ അതാണ് ഒരു എക്സാമ്പിൾ ഫോർ നോൺ സെക്വിറ്റ ഫാലസി. കാരണം റെഡ് ഷൂസ് ഇട്ട ആളൊന്നും ഫുട്ബോളിൽ ഗുഡ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, സോ അതില് പ്രിമൈസ് ഫോളോ ചെയ്തിട്ടില്ല അതിന്റെ കൺക്ലൂഷൻ വന്നത്. ഓക്കെ ആണോ?
ദാറ്റ് ഇസ് നോൺ സെക്യൂട്ടർ ഫാലസി. അതിന്റെ കൺക്ലൂഷൻ വന്നത് പ്രിമൈസിനെ ഫോളോ ചെയ്തിട്ടായിരിക്കില്ല. എക്സാമ്പിൾ, ഷീ ഡ്രൈവ്സ് എ BMW, ഷീ മസ്റ്റ് ബി റിച്ച്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ നോൺ സെക്യൂട്ടർ ഫാലസി. അടുത്തൊരു എക്സാമ്പിൾ ആണ്, മലയാളീസ് ആർ ഫ്രം ഇന്ത്യ, റാം ഇസ് നോട്ട് എ മലയാളി, therefore he is not from India. മലയാളീസ് എല്ലാവരും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ്, റാം എന്നുള്ളത് മലയാളിയല്ല, അതുകൊണ്ട് തന്നെ റാം ഇന്ത്യക്കാരനല്ല എന്ന് പറയുന്നത് എക്സാമ്പിൾ ഫോർ നോൺ സെക്യൂട്ടർ ഫാലസി. റാം മലയാളി അല്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യക്കാരനായിക്കുന്ന ഇല്ലല്ലോ, കാരണം മലയാളി ഹിന്ദിക്കാരനോ തമിഴനോ ഒക്കെ ആവാലോ. സോ ഈ ഫാലസി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then last one is bad reason fallacy or argumentum ad logicum. Bad reason fallacy എന്ന് പറഞ്ഞാല് എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. Your reason for believing climate change is real or wrong, so climate change must be fake. അടുത്തത്, you explain the math problem badly, so your answer must be wrong. You are afraid of cloud, so you don't fly. ഈ എക്സാമ്പിളൊക്കെ നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതിന്റെ കൺക്ലൂഷൻ, ഇത് ഒരു ബാഡ് ആയിട്ടുള്ള റീസൺ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബാഡ് ആയിട്ടുള്ള റീസൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൺക്ലൂഷനും ഫോൾസ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബാഡ് റീസൺ ഫാലസി എന്ന് പറഞ്ഞാൽ ബാഡ് ആയിട്ടുള്ള റീസണിനെ കൊണ്ട് അതിന്റെ കൺക്ലൂഷനും ഫോൾസ് ആയിരിക്കും എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, യു എക്സ്പ്ലെയിൻ ദ മാത്ത് പ്രോബ്ലം ബാഡ്ലി. നീ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ മാത്ത് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ബാഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ നിന്റെ ആൻസറും റോങ് ആയിരിക്കും. നീ ബാഡ് ആയിട്ടാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തത്, ഈ മാത്ത് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ ബാഡ് ആയിട്ടാണ്, അതുകൊണ്ട് തന്നെ നിന്റെ ആൻസറും റോങ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ബാഡ് റീസൺ ഫാലസിയുടെ എക്സാമ്പിൾ. ഓക്കെ, റീസൺ പറഞ്ഞത് ബാഡ് ആണ്, അതുകൊണ്ട് തന്നെ കൺക്ലൂഷനും ഫോൾസ് ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നതാണ് ബാഡ് റീസൺ ഫാലസി ഓർ ആർഗ്യുമെന്റും ആഡ് ലോജിക്കും. ഓക്കെ, a fallacy happens when someone assumes that because an argument for a conclusion is bad or flawed, the conclusion itself must be false. It confuses a poor justification with disproof. അതാണ് ബാഡ് റീസൺ ഫാലസി ഓർ ആർഗ്യുമെന്റും ആഡ് ലോജിക്കും. ഓക്കെ ആണോ? ഒന്നുകൂടി പറയാം. ബാഡ് റീസൺ ഫാലസി ഓർ ആർഗ്യുമെന്റും ആഡ് ലോജിക്കും എന്ന് പറഞ്ഞാൽ ബാഡ് റീസൺ, ആ ഒരു പേരിൽ തന്നെ ബാഡ് റീസൺ, ഒരു റീസൺ ബാഡ് ആയതിന്റെ പേരില് അതിന്റെ കൺക്ലൂഷൻ ഫോൾസ് ആണ് എന്ന് പറയാം. റീസൺ ബാഡ് ആയതിന്റെ പേരിൽ അതിന്റെ കൺക്ലൂഷൻ ഫോൾസ് ആണെന്ന് പറയാം. നീ ഈ പ്രോബ്ലം ചെയ്തത് വളരെ മോശമായിട്ടാണ് ചെയ്തത്, വളരെ ബാഡ് ആയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തത്, അതുകൊണ്ട് തന്നെ നിന്റെ കൺക്ലൂഷൻ അതുകൊണ്ട് തന്നെ നിന്റെ ആൻസറും റോങ് ആയിരിക്കും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നീ ഇത് പഠിപ്പിക്കുന്നത് വളരെ മോശമായിട്ട്, നിനക്ക് പഠിപ്പിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ നീ പഠിപ്പിക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബാഡ് റീസൺ ഫാലസി. യു ആർ അഫ്രെയ്ഡ് ഓഫ് ക്ലൗഡ്, നിനക്ക് മേഘങ്ങളെ പേടിയാണ്, അതുകൊണ്ട് തന്നെ നീ പറക്കില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമ്പിൾസ് ഫോർ ബാഡ് റീസൺ ഫാലസി ഓർ ആർഗ്യുമെന്റും ആഡ് ലോജിക്കും. ഓക്കെ ആണോ? സോ അത്രയാണ് നമുക്ക് ഫോർമൽ ഫാലസീസിൽ പഠിക്കാനുള്ളത്. 16 ഫോർമൽ ഫാലസീസ് ആണ് നമ്മൾ ഇവിടെ ഇന്ന് ഡീൽ ചെയ്തത്. സോ ഒന്നുകൂടി ഓടിച്ചിട്ട് നോക്കാം. ഫാലസീസ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ആണ്. പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് നോക്കാം കേട്ടോ, റെക്കോർഡിങ് കിട്ടൂല ഐഫറിസം റൂമിന്റെ. ഓക്കെ, ഫാലസീസ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഓർ ട്രിക്സ് ഓഫ് റീസണിങ്. നമ്മൾ റീസണിങ് ചെയ്യുമ്പോൾ അതിനൊരു എറേഴ്സ് വന്നാൽ അതിനെയാണ് ഫാലസീസ് എന്ന് പറയാം. ആൻഡ് നമുക്ക് ഇന്റൻഷനലി ഫാലസി ഉണ്ടാകും, അൺഇന്റൻഷനലി ഫാലസി ഉണ്ടാകും.
ഓക്കെ, ഇന്റൻഷനലി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഫാലസീസ് ആണ്. അതിനെയാണ് നമ്മൾ സോഫിസം അല്ലെങ്കിൽ ട്രിക്ക് എന്നൊക്കെ പറയുന്നത്, നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അൺഇന്റൻഷനലി നമ്മൾ കരുതിക്കൂട്ടി ചെയ്യാത്തത്, നമുക്ക് അറിയാതെ വന്നു പോകുന്ന എറേഴ്സ്, അതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഫാലസീസ് ആണ് എറേഴ്സ് എന്ന് പറയുന്നത്. സോ ആൻഡ് ഫാലസീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫോർമൽ ഫാലസീസ് ഉണ്ട്, ഇൻഫോർമൽ ഫാലസീസ് ഉണ്ട്. ഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞാൽ ഫോമില്, സ്ട്രക്ചറില്, അറേഞ്ച്മെന്റിലൊക്കെ എറേഴ്സ് വരുന്നതിനെയാണ് ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അറേഞ്ച്മെന്റില്, സ്ട്രക്ചറിലൊക്കെ വരുന്നത് ആണ് ഫോർമൽ ഫാലസീസ്. ഫോം, ഓക്കെ, ഫോർമൽ ഫാലസീസ്. ഇനി ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ മീനിങ്ങില്, അതിന്റെ കോണ്ടെക്സ്റ്റില്, കോണ്ടന്റില്, അതിന്റെ ആ ഒരു മീനിങ്ങില് വരുന്ന എറേഴ്സ്, അതിനെ കൊണ്ടുണ്ടാകുന്നതാണ് ഇൻഫോർമൽ ഫാലസീസ്. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ ഫോർമൽ ഫാലസീസ് നോക്കിയാൽ നമുക്ക് 16 ഫോർമൽ ഫാലസീസ് ആണ് പഠിക്കാനുള്ളത്, കാണാം. ദെൻ നമ്മൾ പറഞ്ഞു മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം എന്താണെന്ന് പറഞ്ഞു. ഒരു സിലോജിസത്തില് 2 പ്രിമൈസും 1 കൺക്ലൂഷനും ആണ് സിലോജിസത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനാണ് മേജർ ടേം എന്ന് പറയുന്നത്. അത് പി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. ദെൻ സബ്ജക്ട്, കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം, അതായത് നമ്മൾ എസ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ പറയാ. ദെൻ 2 പ്രിമൈസുകൾ ഉണ്ടാകും. ആ പ്രിമൈസിൽ വരുന്ന കോമൺ ടേമിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ, മേജർ ടേം, മൈനർ ടേം ആൻഡ് മിഡിൽ ടേം. ദെൻ അടുത്തത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ഹോൾ പോപ്പുലേഷനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഹോൾ ഡിസ്ട്രിബ്യൂഷനെ സൂചിപ്പിക്കാത്തതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഈ ടേബിള് എന്തായാലും പഠിച്ചു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു വെച്ചാലാണ് നമുക്ക് ഫാലസീസ് ഒക്കെ മനസ്സിലാകുള്ളൂ. പെട്ടെന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണോ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്തേ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിമോണിക്സ് എന്തെങ്കിലും, മൈൻഡ് മാപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പോ ഇതിൽ തന്നെ ഉണ്ടല്ലോ ഓള്, നോയും, സമ്മും, സം നോട്ടും വരുമ്പോൾ ഓള് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സബ്ജക്ട് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നോയില് രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സമ്മ് വരുമ്പോ രണ്ടും, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സം നോട്ട് വരുമ്പോൾ സബ്ജക്റ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഇതെന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ ഫാലസി ഓഫ് ഇലിസിറ്റ് മേജർ പറഞ്ഞു. റൂൾ നമ്പർ 1നെയാണ് ഫാലസി ഓഫ് ഇലിസിറ്റ് മേജർ ബ്രേക്ക് ചെയ്യുന്നത്. റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇഫ് എ ടേം ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ കൺക്ലൂഷൻ, കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്രിമൈസിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ് റൂള്. ആ റൂളിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ഇലിസിറ്റ് മേജർ. ഇവിടെ മേജർ ടേം ആണ് പ്രിമൈസിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഓക്കെ. ദെൻ ഇലിസിറ്റ് മൈനർ. ഇലിസിറ്റ് മൈനർ എന്ന് വെച്ചാൽ ഫസ്റ്റ് റൂളിനെയാണ് ഇവിടെയും ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടെ മൈനർ ടേം ആണ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, കൺക്ലൂഷനിലെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം. ഈ കൺക്ലൂഷനിലെ മൈനർ ടേം ആയി അനിമൽസ് എന്നുള്ള മൈനർ ടേം. ഇവിടെ ഇതിന്റെ പ്രിമൈസ് നോക്കുമ്പോൾ ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പ്രിമൈസിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആകണം. ഓക്കെ, അടുത്തതാണ് എക്സ്ക്ലൂസീവ് ഫാലസി. എക്സ്ക്ലൂസീവ് ഫാലസി ബ്രേക്ക് ചെയ്യുന്നത് സെക്കൻഡ് റൂൾ ഓഫ് സിലോജിസം ആണ്. അവിടെ 2 നെഗറ്റീവ് പ്രിമൈസ് ഉണ്ടാവാൻ പാടില്ല. ഒരു സിലോജിസം എടുത്തു കഴിഞ്ഞാൽ 2 നെഗറ്റീവ് പ്രിമൈസ് ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നോ കാറ്റ്സ് ആർ ഡോഗ്സ്, നോ ഡോഗ്സ് ആർ ഫിഷ്. ഇവിടെ രണ്ടും നോ ആണ് വരുന്നത്. 2 പ്രിമൈസിൽ നോ ആണ്. അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഇതിനെ എക്സ്ക്ലൂസീവ് ഫാലസി എന്ന് പറയുന്നത്. ദെൻ ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. റൂൾ നമ്പർ 3, മിഡിൽ ടേം ഏതെങ്കിലും ഒരു പ്രിമൈസിൽ എന്തായാലും ഡിസ്ട്രിബ്യൂട്ടഡ് ആകണം. ഏതെങ്കിലും ഒരു പ്രിമൈസിൽ എങ്കിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആകണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾ റാഡിക്കൽസ് ആർ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ. എഡ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. അപ്പോ എല്ലാ എഡ് എന്ന പേരുള്ള എല്ലാ ആൾക്കാരും, ഓൾ എഡ് ഈസ് എ പേഴ്സൺ വിത്ത് ലോങ് ഹെയർ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പീപ്പിൾ വിത്ത് ലോങ് ഹെയർ അതാണ് ഇവിടുത്തെ മിഡിൽ ടേം. ഇവിടെ ഈ മിഡിൽ ടേം രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ
ഇവിടെ സിലോജിസത്തിന്റെ റൂൾ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രിമൈസിലെങ്കിലും മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആ റൂളിനെ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇവിടെ രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുകൊണ്ടാണ് ഫാലസി ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. ഓക്കെ, ദെൻ ഫാലസി ഓഫ് ഫോർ ടേംസ്. ഫാലസി ഓഫ് ഫോർ ടേംസ് എന്ന് പറഞ്ഞാൽ സിലോജിസത്തിന്റെ ഫോർത്ത് റൂളാണ് 3 ഡിഫറെന്റ് ടേംസേ ഒരു സിലോജിസത്തിൽ വരാൻ പാടുള്ളൂ. 3 ഡിഫറെന്റ് ടേംസ് ആണ് വരാൻ പാടുള്ളൂ. ഇവിടെ 4 ടേംസ് വന്നു. ഫാലസി ഓഫ് ഫോർ ടേംസ്. ഓക്കെ, then existential fallacy. Existential fallacy പറയുമ്പോൾ rule number 5, if a premise are universal, conclusion should also be universal. Premise universal ആയാൽ കൺക്ലൂഷനും യൂണിവേഴ്സൽ ആകണം. റൂളാണ്. ഓക്കെ, ഇവിടെ അത് ബ്രേക്ക് ചെയ്തു. ഓള് വന്ന് സം ആണ് വന്നത്. ഓള് യൂണിവേഴ്സൽ, കൺക്ലൂഷനിൽ സം ആണ് വന്നത്. ദാറ്റ് ഇസ് പെർട്ടിക്കുലർ. ഓക്കെ, അപ്പൊ ഓള് സം വന്നാൽ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എക്സിസ്റ്റൻഷ്യൽ ഫാലസി. ദെൻ അടുത്തത് ഫാലസി ഓഫ് ഡ്രോയിങ് അഫർമേറ്റീവ് കൺക്ലൂഷൻ ഫ്രം നെഗറ്റീവ് പ്രിമൈസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നെഗറ്റീവ് പ്രിമൈസിൽ നിന്നും അഫർമേറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷൻ എടുക്കുന്നത്. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് പ്രിമൈസ് വന്നാൽ നെഗറ്റീവ് ആയിരിക്കണം കൺക്ലൂഷനും. ഇവിടെ നെഗറ്റീവ് വന്നിട്ട് ഒരു അഫർമേറ്റീവ് ആണ് വന്നത്. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ. Then fallacy of drawing negative conclusion from affirmative premise. അഫർമേറ്റീവ് പ്രിമൈസിൽ നിന്നും നെഗറ്റീവ് കൺക്ലൂഷൻ വരുന്നതാണ് ഈ ഫാലസി. ഓള് വന്നു, 2 പ്രിമൈസിലും ഓള് വന്നിട്ട് ഇവിടെ നോ ആണ് വന്നത്. ഓക്കെ, കനോട്ട് ഫ്ലൈ എന്നുള്ളതാണ് വന്നത്. സോ ഓള് വന്നാല് കൺക്ലൂഷനിലും ഓൾ തന്നെ വരണം. ഇവിടെ നോ വന്നു. സോ ദാറ്റ് ഈസ് എ ഫാലസി. അടുത്തതാണ് അഫേമിംഗ് ദ ആന്റിസിഡന്റ്. അഫേമിംഗ് ദ ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ആന്റിസിഡന്റിനെ നമ്മൾ അഫേം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് റെയിനിങ് ദെൻ ദ സ്ട്രീറ്റ്സ് ആർ വെറ്റ് എന്നുള്ളത് നോക്കിയാൽ ഇഫ് ഇറ്റ് ഇസ് റെയിനിങ് എന്നുള്ളതാണ് ആന്റിസിഡന്റ്, ഫസ്റ്റ് പാർട്ട്. ദെൻ അതിന്റെ ബാക്കിയുള്ള സെക്കൻഡ് പാർട്ട് ആണ് കോൺസിക്വന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആന്റിസിഡന്റിനെയാണ് നമ്മൾ അഫേം ചെയ്യുന്നത്. ഓക്കെ, ആന്റിസിഡന്റ് എന്താ? ഇഫ് ഇറ്റ് ഇസ് റെയിനിങ് എന്നുള്ള പാർട്ട്. സോ ഇഫ് ഇറ്റ് ഇസ് റെയിനിങ് therefore the streets are wet എന്നുള്ളത് കൺക്ലൂഷൻ ആയിട്ട് വരും. That is affirming the antecedent. Then affirming the consequent എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസിക്വന്റിനെയാണ് അഫേം ചെയ്യുന്നത്. കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ the streets are wet എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ അഫേം ചെയ്യുന്നു, the streets are wet എന്നുള്ളത് വരും. Then denying the antecedent. ഡിനൈ ചെയ്യാണ്, നോ വരും ഇതില്. If it is raining then the streets are wet. It is not raining. നോട്ട് വരും. It is not raining. ആന്റിസിഡന്റിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡിനൈങ് ദ കോൺസിക്വന്റ് എന്ന് പറഞ്ഞാൽ കോൺസിക്വന്റിനെയാണ് ഡിനൈ ചെയ്യുന്നത്. കോൺസിക്വന്റ് ദ സെക്കൻഡ് പാർട്ട് ആണ്. ദെൻ ദ സ്ട്രീറ്റ്സ് ആർ വെറ്റ്, അതിനെ നോ വെച്ചിട്ട് വരും. ഓക്കെ, ദെൻ അപ്പീൽ ടു പ്രോബബിലിറ്റി. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ പ്രോബബിലിറ്റിയെ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം പറയുന്നു, എന്നിട്ട് ആ ഒരു റീസണിങ്ങിൽ നമുക്ക് എറർ വരുന്നു. അതിനെയാണ് അപ്പീൽ ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഐ സി എ ഡാർക്ക് ക്ലൗഡ് ഓൺ ദ ഹൊറൈസൺ. Dark clouds mean rain. It is going to rain here today. എന്നിട്ട് മഴ പെയ്തില്ലെങ്കിൽ അതിനെ appeal to probability എന്ന് പറയാം. Then maskman fallacy. Maskman fallacy. I saw you having coffee with a man having beard. Rajesh has beard. So he's your new boyfriend എന്ന് പറയുന്നത്. ഓക്കെ, ഒരാളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് അയാളുടെ മുഖത്തുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ്. ഐബ്രോ, കണ്ണ്, മൂക്ക് ഒക്കെ വരുന്നത്. ഇതിലല്ലാതെ ഈ ഫീച്ചേഴ്സ് അല്ലാതെ ബാക്കിയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യുന്നു, അങ്ങനെ അത് പറയുന്നു. അതിൽ നമുക്കൊരു എറർ വന്നാൽ അതിനെയാണ് മാസ്ക്മാൻ ഫാലസി എന്ന് പറയുന്നത്. ദെൻ നോൺ സെക്വിറ്റ ഫാലസി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺക്ലൂഷൻ വരുന്നത് പ്രിമൈസിനെ ഫോളോ ചെയ്തിട്ടല്ല. ഷീ ഡ്രൈവ്സ് എ BMW, ഷീ മസ്റ്റ് ബി റിച്ച് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഫോർ നോൺ സെക്വിറ്റ ഫാലസി ആണ്. മസ്റ്റ് ബി റിച്ച് BMW ഓടിച്ചെന്ന് കരുതിയിട്ട് റിച്ച് ആയിരിക്കണം കൊള്ളണമെന്നില്ലല്ലോ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് ബാഡ് റീസൺ ഫാലസി. റീസൺ ബാഡ് ആയതിന്റെ പേരിൽ അതിന്റെ കൺക്ലൂഷൻ ഫാൾസ് ആണ് എന്ന് പറയുക. ഓക്കെ, റീസൺ ബാഡ് ആയതിന്റെ പേരിൽ അതിന്റെ കൺക്ലൂഷനും ഫോൾസ് ആണെന്ന് പറയുക. മാത്ത് പ്രോബ്ലം വളരെ മോശമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ നിന്റെ കൺക്ലൂഷൻ അതിന്റെ ആൻസറും തെറ്റായിരിക്കും എന്ന് പറയുന്നതാണ്
bad reason fallacy or argumentum ad logicum. Okay, so that's it. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കുക. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളത് നമ്മൾ ആ ടാബിൾ നോക്കി പഠിക്കണം. പഠിച്ചാലേ കിട്ടുള്ളൂ. എന്നാലാണ് ഇലിസിറ്റ് മേജർ മൈനർ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതെന്തായാലും നമ്മൾ പഠിച്ചേ തീരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതർവൈസ് PPT അത് സാറുമായിട്ട് നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഫോർമൽ ഫാലസീസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇൻഫോർമൽ ഫാലസീസ് ഉണ്ട്, ദെൻ ഹെത്തുഭാഷ, ഇനി ഒരുപാടുണ്ട്, ലോജിക്കൽ റീസണിങ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അല്ല, 1 o'clock വേറെ മെന്റർ ആണ് കേട്ടോ. മാം വേറെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അടുത്ത ക്ലാസ് വരുന്നത് ഇനി 1 o'clock തന്നെയല്ലേ? നെക്സ്റ്റ് ക്ലാസ്സും ലോജിക്കാണ്, പക്ഷെ വേറെ ആയിരിക്കും മാം. ഓക്കെ, PPT സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി നിങ്ങൾക്ക് 1 o'clock ക്ലാസ്സിലെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു.